പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നിൽ സ്പീക്കർ ഓം ബിർള തലകുനിച്ചതിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. സഭയിൽ സ്പീക്കറേക്കാൾ ഉയർന്നവർ ആരുമില്ലെന്നും അതിനാൽ സ്പീക്കർ ആർക്കു മുന്നിലും തല കുനിക്കേണ്ടതില്ലെന്നും രാഹുൽ ഓർമ്മിപ്പിച്ചു. നിങ്ങൾ ഹസ്തദാനം ചെയ്തപ്പോൾ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. എനിക്ക് കൈ നൽകിയപ്പോൾ നിങ്ങൾ നിവർന്നു നിൽക്കുകയായിരുന്നു. എന്നാൽ നിങ്ങൾ മോദിജിയുടെ കൈ കുലുക്കിയപ്പോൾ നിങ്ങൾ അദ്ദേഹത്തിന് മുന്നിൽ തല കുനിച്ചു നിന്നു എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. പരാമർശത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾ രാഹുലിനെ പിന്തുണച്ച് ശബ്ദമുയർത്തിയപ്പോൾ ഭരണപക്ഷം പ്രതിഷേധമുയർത്തി. ചെയറിനെതിരായ ആരോപണമാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു. പിന്നാലെ സ്പീക്കർ ഇതിന് മറുപടി നൽകി. എന്നേക്കാൾ മുതിർന്നവരെ കാണുമ്പോൾ അവരെ വണങ്ങുന്നതും എന്റെ പ്രായത്തിലുള്ളവരെ തുല്യമായി കാണുന്നതും എന്റെ സംസ്കാരവും ധാർമ്മികതയുമാണ്. എന്നേക്കാൾ പ്രായമുള്ളവരോട് ആവശ്യമെങ്കിൽ അവരുടെ കാലിൽ തൊടുക എന്നത് എന്റെ ധാർമ്മികതയാണ് എന്നും ഓം ബിർള പറഞ്ഞു. നിങ്ങളുടെ കാഴ്ചപ്പാടിനെ അംഗീകരിക്കുന്നുവെന്ന് പറഞ്ഞ രാഹുൽ, സ്പീക്കറേക്കാൾ ഉയർന്നവരായി സഭയിൽ ആരുമില്ലെന്ന് താങ്കളെ ഓർമ്മിപ്പിക്കുന്നുവെന്നും വ്യക്തമാക്കി. താങ്കൾ പറഞ്ഞതിന് ഞാൻ മാനിക്കുന്നു. പക്ഷെ സഭാ സ്പീക്കറേക്കാൾ വലുതായി ആരുമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളാണ് സഭയുടെ നേതാവ്. നിങ്ങൾ ആരുടെയും മുന്നിൽ തല കുനിക്കേണ്ടതില്ല. സഭയിൽ സ്പീക്കർ എല്ലാറ്റിനും മുകളിലാണ്. നമ്മൾ അദ്ദേഹത്തിന് മുന്നിലാണ് തല കുനിക്കേണ്ടതെന്നും പ്രതിപക്ഷം ഒന്നടങ്കം സഭയ്ക്ക് മുന്നിൽ വണങ്ങുന്നതായും രാഹുൽ വ്യക്തമാക്കി. അതോടൊപ്പം ഇന്നലെ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന തൃണമൂൽ കോൺഗ്രസ് MP മഹുവ മൊയ്ത്ര സർക്കാരിനെതിരെ കടുത്ത ആക്രമണവുമായി 18ാം ലോക്സഭയുടെ ആദ്യ പ്രസംഗത്തിൽ തന്നെ മുന്നോട്ടു വരികയായിരുന്നു. ബംഗാളിലെ കൃഷ്ണനഗർ മണ്ഡലത്തിൽ നിന്നുള്ള MP ആണ് മഹുവ. സഭാംഗത്വവും വീടും എല്ലാം നഷ്ടമായ ശേഷം തനിക്ക് ഭയത്തിൽ നിന്ന് മോചനം ലഭിച്ചു. ഇനി BJPയുടെ അന്ത്യം കാണും. എന്റെ ശബ്ദം ഇല്ലാതാക്കാനുള്ള തത്രപ്പാടിനിടെ BJPക്ക് നഷ്ടമായത് 63 അംഗങ്ങളെയാണ്. 303-ൽ നിന്ന് 240-ലേക്ക് പതിച്ചിരിക്കുകയാണ് BJP. യു-ടേണുകൾക്ക് പ്രസിദ്ധരായ കക്ഷികളെ കൂട്ടുപിടിച്ച് ഭരിക്കുന്ന ന്യൂനപക്ഷ സർക്കാർ മാത്രമാണിതെന്നും മഹുവ കൂട്ടിച്ചേർത്തു. പ്രതിപക്ഷത്ത് ഇത്തവണ 234 പോരാളികളുണ്ട്. തീയിൽ ചവിട്ടിയാണ് ഞങ്ങൾ ഈ പടി കടന്നു വന്നത്. കഴിഞ്ഞ തവണത്തെ പോലെ ഞങ്ങളെ നിശബ്ദരാക്കി ഇരുത്താമെന്ന് കരുതണ്ട. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിൽ വടക്കുകിഴക്കൻ ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ അതിലെവിടെയും മണിപ്പൂരിനെ കുറിച്ച് പരാമർശിച്ചില്ല. സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് രാഷ്ട്രപതി പറഞ്ഞത് തീർത്തും തെറ്റാണ്. 17ാം ലോക്സഭയിൽ 78 വനിതാ അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഈ സഭയിൽ 74 പേർ മാത്രം. BJPക്ക് 30 MP-മാർ. കഴിഞ്ഞ ലോക്സഭയിൽ 37%, ഇത്തവണ 38% സ്ത്രീ സംവരണം ഉറപ്പാക്കിയത് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് മാത്രമാണ്. 370-ാം അനുച്ഛേദം റദ്ദാക്കിയത് അത്ര നല്ല ആശയമായിരുന്നെങ്കിൽ BJP എന്തുകൊണ്ട് കാശ്മീരിലെ അനന്ത്നാഗ്, ബാരാമുള്ള, ശ്രീനഗർ എന്നിവിടങ്ങളിൽ മത്സരിക്കാൻ തയ്യാറാകാതിരുന്നത് എന്നും തിരഞ്ഞെടുപ്പ് വേളയിൽ ഉയർന്ന ഗുരുതരമായ ചട്ടലംഘനങ്ങളെ കുറിച്ച് പോലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മൗനം പാലിച്ചു. പ്രധാനമന്ത്രിയുടെ വിദ്വേഷ പ്രസംഗങ്ങളോടോ ന്യൂനപക്ഷങ്ങളെ അവഹേളിച്ചുള്ള പരാമർശങ്ങളിലോ നടപടിയുണ്ടായില്ല. അഹമ്മദാബാദ് മുംബൈ ബുള്ളറ്റ് ട്രെയിനിനായി 1.08 ലക്ഷം കോടി രൂപയാണ് ചെലവാക്കുന്നത്. എന്നാൽ ട്രെയിനുകളുടെ കൂട്ടിയിടി ഒഴിവാക്കാനുള്ള കവച് സംവിധാനം നടപ്പിലാക്കാൻ വേണ്ടത് 63,000 കോടി രൂപ മാത്രമാണ്. രാമക്ഷേത്രത്തിൽ ചോർച്ചയുണ്ടായി. പ്രഗതി മൈതാനം വെള്ളത്തിൽ മുങ്ങി. അടൽ സേതുവിൽ വിള്ളലുണ്ടായി. ഫോട്ടോയ്ക്ക് വേണ്ടി മാത്രം വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതിന്റെ ഫലമാണിതെല്ലാം. പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ എങ്ങനെ ശ്വാസം മുട്ടിക്കാമെന്നാണ് BJP ചിന്തിക്കുന്നത് എന്നുകൂടെ മാഹുവ കൂട്ടിച്ചേർത്തു. NDAക്ക് നേരെ കടുത്ത വിമർശനമായാണ് ഇരുവരും രംഗത്ത് വന്നത്.